ജനഹിതമറിയാൻ ഇനിയുമുണ്ട് 4 നാളിന്റെ കാത്തിരിപ്പ്. 10 വർഷം ഭരിച്ച സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒന്നുമില്ല. ആളുകളെല്ലാം ഭയങ്കര കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എക്സിറ്റ് പോളുകളാണ്. എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഇത്ര കാലം ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം എന്തിനാണ് എന്നുള്ളതാണ് ആളുകളൊക്കെ ഇപ്പോഴും പലപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇപ്പോഴത്തെ 24 ന്യൂസിലെ വാർത്താ അവതാരിക പറയുന്ന എക്സിറ്റ് പോളുകളെല്ലാം വെറുതെ, അത് എക്സാക്റ്റ് പോളുകളല്ല, വെറുതെ ചുമ്മാ ആർക്കെങ്കിലും ചില സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ചില കളികളാണ് എന്നിവർ വളരെ വൃത്തിയായിട്ട് തന്നെ പറയുന്നുണ്ട്. സംഗതികളൊക്കെ അവിടെ കിടക്കട്ടെ. ഇവർ വർത്തമാനത്തിൽ ചില പോയിന്റുകളുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അരുൺകുമാർ കൂടി എങ്ങനെയായിരിക്കും കേരളത്തിൽ വീണ്ടും ഒരു അധികാരം വരികയാണെങ്കിൽ അത് ഏത് രീതിക്കായിരിക്കും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കേൾക്കുക തന്നെ വേണം. പക്ഷേ 10 വർഷത്തെ ജനക്ഷേമം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും തുടർ ഭരണത്തിന്റെ ലാഞ്ചന പോലുമില്ല പുറത്തുവരുന്ന കണക്കുകളിൽ എവിടെയും. 10 വർഷമായില്ലേ ഇനിയൊരു മാറ്റമാകാമെന്ന പൊതുവികാരത്തിന്റെയും അസാധാരണ സാഹചര്യത്തിലൊഴികെ സർക്കാരുകളെ മാറി മാറി പരീക്ഷിക്കുന്ന കേരളത്തിന്റെ പൊതുമനസ്സിനും അപ്പുറം മറ്റെന്തുണ്ട് എക്സിറ്റ് പോളിൽ? പോളിംഗ് ശതമാനത്തിലെ നേരിയ വർധനവിനെ അസാധാരണ തരംഗത്തിന്റെ മുന്നറിയിപ്പ്, ജനങ്ങൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്നൊക്കെ വ്യാഖ്യാനിച്ചുവെങ്കിലും പൊതുജനങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു പോകുന്നത്. അതായത് ഒരു തവണ ഇവർ ഭരിച്ചു, ഇനി അവർ ഭരിക്കട്ടെ, അവർ ഭരിച്ചു, ഇനി ഇവർ ഭരിക്കട്ടെ. പണ്ട് അയ്യപ്പൻ മാഷിന്റെ ഒരു കവിതയുണ്ട്, പ്രൊഫസർ അയ്യപ്പ പണിക്കർ. അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്ന പോലെ ഒരു ചളി വലത്ത് കാലിലെ ചളി ഇടത് കാലിലേക്കും, ഇടത് കാലിലെ ചളി വലത് കാലിലേക്കും, വലത് കാലിലെ ചളി ഇടത് കാലിലേക്കും എന്ന് പറയുന്ന രീതിയിൽ കവിത ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു ചളിയാണെന്നും അത് ഒരിക്കൽ വലത് ഭരിച്ചാൽ പിന്നെ ഇടത് ഭരിക്കണമെന്നും, പിന്നെ ഇടത് ഭരിച്ചാൽ പിന്നെ വലത് ഭരിക്കണമെന്നും 5 വർഷം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കൊടുക്കുന്നതാണ് രീതി. എന്നാ അങ്ങനെ പോകട്ടെ, കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി ഭരിച്ചില്ലേ എന്ന പൊതുബോധത്തിന്റെ ഭാഗമായിട്ടാണോ ഇവിടുത്തെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചിന്തിച്ചു പോയിട്ട് വോട്ട് ചെയ്തിട്ട് വീണ്ടും ഇവർ അധികാരത്തിൽ എത്തിക്കുമോ UDFനെ എന്ന ചില ആളുകളുടെ ചോദ്യങ്ങൾ കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ അശോക് പോലുള്ള ആളുകളൊക്കെ പറയുന്നത് ഇവിടെ വീണ്ടും അധികാരത്തിൽ പിണറായി വിജയൻ തന്നെ വരാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഗംഭീര കളികളൊക്കെ കളിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനെ ശുദ്ധ അസംബന്ധം എന്നാണ് നമ്മുടെ അരുൺകുമാർ പറയുന്നത്. കേട്ടോക്കെ, ഇങ്ങനെയാണ്. ശുദ്ധമായ അസംബന്ധം എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം പറയാം. ഒന്ന്. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് ഈ സർക്കാർ മാറണം എന്ന് വോട്ടർമാർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അത് യഥാർത്ഥത്തിൽ വാലിഡായ ഒരു റീസൺ ആയിരിക്കുമോ എന്നുള്ളതാണ്. സ്മൃതി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്മൃതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യമാണ്. ആ ഉദ്യോഗസ്ഥന്റെ വർത്തമാനമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ അളക്കാൻ പോകുന്നതെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും LDFന് വരും. എന്നാൽ സ്മൃതി പറഞ്ഞ കാര്യങ്ങളിലൂടെ അരുൺകുമാർ ഒന്ന് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞൊരു കാര്യത്തോട് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അശോകിന്റെ ഒരു പ്രതികരണമാണ് പറഞ്ഞത്. അശോകിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് സ്മൃതി പറയുന്നത് പോലെ ചട്ടവിരുദ്ധമാണ് എന്ന് സ്മൃതി തന്നെ സമ്മതിക്കുന്നുണ്ട്. അയാൾ അങ്ങനെ പറയാമോ എന്നുള്ളത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ചട്ടവിരുദ്ധമായ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ വന്ന് സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സ് നടത്തിയത് മയക്കുമരുന്നുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണെന്നൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് വന്നിങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിലൂടെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതേ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ അശോക് ഇതേ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു അഭിമുഖത്തിലെ ഒരു വാചകം, അത് ഭയങ്കര ഗംഭീരമായ രസമായ മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് ഈ ചെങ്ങാതി ഈ ഒരു സമയത്ത് ഇങ്ങനെ കാലുമാറിയത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരിക്കൽ പിണറായി വിജയനെ അത്രയേറെ പുകഴ്ത്തുന്ന ഒരാളാണ് ഇതേ ഉദ്യോഗസ്ഥൻ. കേൾക്കണം, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. He is very good with big projects. He want to do a very big thing, notwithstanding A, B, C, D's. ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അല്ലേ നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. He's spectacular work with big projects. Follow up to Kochi Metro, follow up to your Kannur Airport. Commercial success alla manasilayi, but he has run into some headwinds also. But Adani Port, he is very good crisis manager, very good executor. എനിക്ക് ഏറ്റവും നോക്കൂ, ഇപ്പോൾ നമ്മുടെ പിണറായി വിജയനെ ഗംഭീരമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ തന്നെയാണ് പിണറായി വിജയൻ അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എവിടെയാണ്, എന്തിനാണ്, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഉമ്മൻചാണ്ടിനെ പറഞ്ഞു നോക്കൂ. അത് ഓരോരുത്തർ ചെന്ന് പറയുന്ന അനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മനസ്തമിച്ചു പോകും.
പക്ഷേ with a person like Mr. Pinarayi Vijayan, Kerala got that project. അതിൽ ഒരുപാട് ഡിസൈസീവ് ടേൺസിൽ he has been very good to the state. അപ്പൊ എന്താ പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നിറയെ വാഴ്ത്തുപാട്ടലാണ് പിണറായി വിജയനെ കുറിച്ച്. കണ്ടില്ലേ? ഈ വാഴ്ത്തുപാട്ടിലൊക്കെ നടത്തുന്ന മനുഷ്യനാണ് ഇപ്പോഴിതാ ഇങ്ങനെ പറയുന്നത്. സംസ്ഥാനത്ത് തുടർ ഭരണം ഉറപ്പാക്കാൻ ഒരു ഉദ്യോഗസ്ഥ കോക്കസ് കഴിഞ്ഞ ഏകദേശം 6 മാസമായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പാക്കാൻ കൂടുതൽ ഉത്സാഹിച്ചു. കണ്ടില്ലേ? ചിലപ്പോൾ UDF ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ കുറച്ചു മുമ്പുള്ള വർത്തമാനമാണ് നിങ്ങൾ കേട്ടത്. ആ ഒരു പുകഴ്ത്ത് പാട്ടലുകള്. ഇതേ പുകഴ്ത്ത് പാട്ടലുകൾ പറഞ്ഞ മനുഷ്യൻ ഇതാ ഇപ്പോൾ ഇങ്ങനെയും പറയുന്നു. അപ്പോ ഒരേ മനുഷ്യൻ തന്നെ ചില്ലറ വർഷങ്ങളിലെ വ്യത്യാസങ്ങളിടയ്ക്ക് ഈ രീതിയിലൊക്കെ പറയുന്നുണ്ട് എങ്കിൽ എന്താണ് ഇതിന്റെ പുറത്ത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ഏകദേശം എക്സിറ്റ് പോൾ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതാണ്. പക്ഷേ അപ്പോൾ ഇതിനെ ഗംഭീരമായിട്ട് അംഗീകരിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളെ ഭരണമാറ്റം നോക്കാം. ഇവിടെ സർക്കാരിൽ അഴിമതിയുണ്ടോ എന്ന് പരിശോധിക്കുക. സാധാരണഗതിയിൽ മാധ്യമങ്ങളാണ് അത്തരമൊരു അന്വേഷണത്തിലേക്കൊക്കെ കടക്കുക. ഇവിടെ എന്തായാലും ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരുന്നു. അപ്പോ ചുരുക്കി പറയാൻ നമുക്ക് ഇത്ര പറയാൻ കഴിയുന്നുള്ളൂ. ഇവിടെ വീണ്ടും അധികാരത്തിൽ ഇവരെല്ലാരും വരുമെന്ന് തന്നെയാണ് എല്ലാരും പറയുന്നത്. ആര്? പിണറായി വിജയൻ സർക്കാർ. നോക്കൂ, എക്സിറ്റ് പോളിലെ ആധികാരികതയെ കുറിച്ചിട്ട് ഹർഷനടക്കമുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്. തകർന്നു പോയത് അവരുടെ വാസ്തവമായി അടുത്ത് നിന്നില്ല, അത് പരാജയപ്പെട്ടു ആ സർവേ. പക്ഷേ മറ്റ് സർവേകൾ, അതായത് കൂടുതൽ BJPക്ക് അനുകൂലമായി വരുന്നു എന്നുള്ള വിമർശനമൊക്കെ ടുഡേയ്സ് ചാണക്യയുടെ സർവേയെ കുറിച്ചുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കുമെന്നും അവരുടെ സീറ്റ് എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഏകദേശം അതിനോട് അടുപ്പിച്ച് പ്രവചിക്കാൻ ടുഡേയ്സ് ചാണക്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിന്റെ ഡേറ്റ കൂടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സർവേ നോക്കാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 340 സീറ്റാണ് ടുഡേയ്സ് ചാണക്യ പ്രവചിച്ചത്. ആ ടുഡേയ്സ് ചാണക്യ പറയുന്നതിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും BJP വരും എന്നുള്ളതാണ്. അവര് വളരെ ആധികാരികമായിട്ട് ഇത്തരം കണക്കുകളൊക്കെ മുന്നേ പറഞ്ഞിട്ടുള്ള ആളുകൾ കൂടി തന്നെയാണ്. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അവർ പറയുന്നത്, ടുഡേയ്സ് ചാണക്യ പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും കോൺഗ്രസ് വരും തന്നെയാണ്. എന്നാൽ അതിന് അസംബന്ധമായിട്ട് അരുൺകുമാറിനടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നു. അല്ല, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? പിണറായി വിജയൻ തന്നെ തുടരുമോ? ബൈ.